പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളുടെ മുഖത്തടിച്ച് അമ്മ. രാധാകൃഷ്ണ പിള്ള എന്ന ആൾ ആണ് സ്കൂളിലേക്കുള്ള യാത്രക്കിടെ ബസ്സിലും അതിന് പുറത്തും പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. രാധാകൃഷ്ണ പിള്ളയെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു. ആവശ്യമില്ലാതെ പെമ്പിള്ളാർ ദേഹത്ത് തൊടരുത് പറഞ്ഞു കേട്ടല്ലോ. പേടിക്കുന്നേ എവിടെ ഉള്ളതാ? അവന്റെ പേരും അഡ്രസ്സും ഒക്കെ എന്ന് പറഞ്ഞേ. സ്റ്റേഷനിൽ വിളിച്ചേ ഇതേപോലെ ഒരു മോള്. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ നിയമം ആരും കയ്യിലെടുക്കരുത് എന്നതാണ് എല്ലാവരും പറയുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മർദ്ദിച്ചത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ പ്രതിരോധം തീർക്കുക, ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പോലീസ് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം എന്നൊന്നും ഉള്ളതല്ലല്ലോ. എന്തായാലും ആ ഉപദ്രവിച്ചയാളെ മുഖത്തടിക്കാൻ കാണിച്ച അമ്മയുടെ ധൈര്യവും ധീരതയും ശരിക്കും അഭിനന്ദിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. എന്താണ് സംഭവം? അഭിലാഷ, തീർച്ചയായും അത് തന്നെയാണ് കാര്യം. ഇന്നലെ വൈകിട്ടാണ് 5 മണിക്കാണ് ഇത്ര ഒരു സംഭവം ഉണ്ടാവുന്നത്. ഈ പെൺകുട്ടി സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് നെല്ലിമുകൾ വെച്ചാണ് ഇത്തരത്തിൽ ഈ പ്രതിയായ രാധാകൃഷ്ണപിള്ള കുട്ടിയെ മോശമായി പെരുമാറുകയും പല പ്രാവശ്യം കുട്ടിയുടെ ദേഹത്ത് സ്പർശിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് പ്രതിരോധിക്കാൻ കുട്ടി ശ്രമിച്ചെങ്കിലും വീണ്ടും ഇയാൾ ശല്യപ്പെടുത്തുകയായിരുന്നു. അതോടുകൂടി വീട്ടിലേക്ക് പിന്നീട് അമ്മയെ വിളിച്ച് വിവരം അറിയിക്കുകയും അമ്മ സ്ഥലത്തെത്തുകയും ഇയാളുമായി വാക്കേറ്റം ഉണ്ടാവുകയും ആ അമ്മയും മകളെയും ആക്രമിക്കാൻ ഒരു ശ്രമം ഇയാൾ നടത്തുകയുണ്ടായി. തുടർന്നാണ് ഇയാളുടെ മുഖത്ത് ഈ പെൺകുട്ടിയുടെ അമ്മ അടിച്ചത്. മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. മൂക്കിന് വാലത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും പ്രതിക്ക് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോക്സോ വകുപ്പ് ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കുട്ടിയുടെ അമ്മയുടെ പേരിൽ, കാരണം ഇത് ഇയാളെ മർദ്ദിച്ചെന്നുള്ളൊരു പേരിൽ അയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്മയുടെ പേരിലും കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും വല്ലാത്തൊരു സംഭവം. കാരണം പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുന്ന കുട്ടിയുടെ മേലിൽ മോശമായി ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുകയും അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം നടത്തുകയും ശക്തമായൊരു പ്രതിരോധമാണ് അമ്മ ചെയ്തത്. തീർച്ചയായും സ്വാഭാവികം നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്കാക്കുന്നത്. തീർച്ചയായും അത്തരം സംഭവങ്ങളിൽ പെട്ടെന്ന് ഒരു പ്രകോപനം, കാരണം ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന വിവരം അറിഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ അയാളിൽ നിന്ന് കുട്ടി ഈ ഇത്തരം ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായപ്പോൾ ചോദ്യം ചെയ്യുകയും അതിനെ പ്രതിരോധം ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഈ പെൺകുട്ടിയെയും അമ്മയും ഒരുപോലെ ആക്രമിക്കാനുള്ള ശ്രമം, കല്ലെടുത്തൊക്കെ ഇടിക്കാനുള്ള ശ്രമം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കാണാം. അതിനെയാണ് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് സഹികെട്ടപ്പോഴാണ് അവസാനം ഇത്തരത്തിൽ ഈ അമ്മയ്ക്ക് ഇയാളെ മർദ്ദിക്കേണ്ടതായി വന്നത്. എന്തായാലും മർദ്ദനത്തിൽ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഇയാള് മദ്യലഹരിയിൽ ആയിരുന്നോ? തീർച്ചയായും അയാൾ മദ്യലഹരിയിലായിരുന്നു. വളരെ മോശമായിട്ടാണ് പെൺകുട്ടിയുടെ സഹികെട്ടപ്പോഴാണ് ആ കുട്ടി ഇതുപോലെ അമ്മയെ വിളിച്ച്, കാരണം നടക്കുന്ന സമയത്ത് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് വളരെ മോശമായി പെരുമാറുകയും പിന്നീട് ബസ് സ്റ്റോപ്പിൽ വെച്ചുമൊക്കെ ഇത്തരത്തിൽ നിരന്തരം ശല്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മയെ വിളിച്ച് ഈ പെൺകുട്ടിയെ വിവരം ധരിപ്പിക്കുകയും അമ്മ സ്ഥലത്തെത്തി ചെയ്തതിനും മദ്യലഹരിയിലായിരുന്നു ഈ പ്രതിയായ രാധാകൃഷ്ണപിള്ള. എന്തായാലും അത്തരമൊരു സംഭവം ഉണ്ടായത് ശക്തമായ രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ ഇയാള് ഈ പെൺകുട്ടിയും മാതാവിനെ ആക്രമിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ അത് പ്രതിരോധിക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ മുഖത്തും അടിക്കുക ചെയ്തത്. അതിന് മുഖത്ത് മൂക്കിന്റെ പാലത്തിനൊക്കെ പൊട്ടലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ ചിലപ്പോൾ അത്തരം മർദ്ദനങ്ങൾ നിയമപരമായി കുറ്റകരമായിരിക്കാം. പക്ഷേ അത് ആ സമയത്ത് അവർ ചെറുത്തുനിൽപ്പിന് തയ്യാറായില്ലെങ്കിൽ ഒരു പക്ഷേ ഈ അമ്മയും മകളെയും കൂടെ അയാൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തീർച്ചയായും അത് ഒരു പക്ഷേ നമുക്കത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ഫലങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ശരിയായ രീതിയിലൊരു പ്രതിരോധം തന്നെയാണ് അമ്മ ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. ശശിനാരായണൻ, ഈ രാധാകൃഷ്ണ പിള്ളയുടെ മറ്റു പശ്ചാത്തലം അറിയാമോ? ഇയാൾ എവിടുത്തെ ഏത് സ്വദേശിയാണ്? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രാധാകൃഷ്ണപിള്ള അടൂർ മുണ്ടപ്പള്ളി സ്വദേശിയാണ്. നേരത്തെയും മദ്യപിക്കുന്ന ആളാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഈ മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായപ്പോൾ 2-3 പ്രാവശ്യം ഇത്തരം കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ഈ കുട്ടി അതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ശല്യം സഹിക്കാതെ നടന്നു വരികയും സമയത്ത് പിന്തുടർന്നാണ് വീണ്ടും വന്ന്
ഇത്തരത്തിൽ ആക്രമിച്ചത്. അത് ആ സമയത്ത് തന്നെ ആണ് ഈ കുട്ടി വീട്ടിലേക്ക് വിവരം ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മയെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറയുകയും ചെയ്തത്. സാധാരണ കുട്ടി വരുന്ന സമയത്ത് സ്കൂട്ടറിൽ വന്ന് തിരികെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് നേരത്തെ വിളിച്ചപ്പോൾ തന്നെ അമ്മയ്ക്കൊരു സംശയം തോന്നി. പെട്ടെന്ന് ശബ്ദത്തിൽ ഒരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ കുട്ടിയുടെ അമ്മ സ്ഥലത്തെത്തുകയും അപ്പോഴും ഇയാൾ പ്രകോപിതനായി കുട്ടിയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. കുട്ടി ആ സമയത്തും ഈ അമ്മ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഇയാളുമായി വാക്കേറ്റം ഉണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് ഇഷ്ടപ്പെടാൻ വന്നപ്പോൾ കല്ലെടുത്ത് ഇവരെ മർദ്ദിക്കാനൊക്കെ ശ്രമം അയാൾ നടത്തുന്നു. അതായത് ഈ പ്രതിയുടെ പ്രദേശത്ത് വെച്ചൊന്നുമല്ല ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. അടൂർ നെല്ലിമൂൾ ഭാഗത്താണ്, പ്രതിയുടെ പ്രദേശത്തുള്ള നെല്ലിമൂൾ ഭാഗത്ത് വെച്ചാണ് ഇത്ര ഒരു സംഭവം ഉണ്ടാകുന്നത്. അയാൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയും അവിടെ വെച്ചാണ് ഇത്തരം ഒരു മദ്യപിച്ച് ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായത്. ശല്യം ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ദേഹത്തെ സ്പർശിക്കുകയും മോശമായ രീതിയിൽ സ്പർശിക്കുകയൊക്കെ ചെയ്തു. അത് ചോദ്യം ചെയ്ത പെൺകുട്ടിയാണ് ഇത്തരത്തിൽ വീണ്ടും കൂടെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അത് ആണ് അമ്മ എത്തിയ സ്ഥലത്തെത്തിയതിനു ശേഷം ഈ പ്രതിയെ നേരെ വാക്കേറ്റം ഉണ്ടാവുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നീട് തുടർന്നാണ് മുഖത്ത് അടിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഈ രണ്ട് കേസിലും പ്രതിയെ അറസ്റ്റ് ചെയ്തു. പോക്സോ വകുപ്പ് പ്രകാരം പ്രതിയെ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയമപരമായുള്ള സാങ്കേതികപരമായുള്ള കാരണങ്ങൾ കൊണ്ട് അയാളെ മർദ്ദിച്ചതിന്റെ പരാതിയിൽ പോലീസ് ഈ അമ്മയുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. അഭിലാഷം, പത്തനംതിട്ടയിലാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളുടെ മുഖത്തമ്മ അടിച്ചത്. രാധാകൃഷ്ണപിള്ള എന്നയാൾ ആണ് സ്കൂളിലേക്കുള്ള യാത്രക്കിടെയും അതിനുശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും പിന്നാലെ നടന്ന് ശല്യം ചെയ്തത്. ഇതേ തുടർന്നാണ് വാക്കേറ്റം ഉണ്ടാവുകയും അങ്ങനെ രാധാകൃഷ്ണപിള്ളയെ ആ പെൺകുട്ടിയുടെ അമ്മ അടിക്കുകയും ചെയ്തത്.